തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് പാസ്റ്റർ സത്യനേശൻ്റെ പ്രവർത്തന മേഖല. ഹാർമോണിയം വായനയിൽ നിപുണനായ ഇദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീത കലാകാരനാണ്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സുവിശേഷവുമായി കടന്നു പോകുവാൻ ദൈവം ഇദ്ദേഹത്തെ സഹായിച്ചു. ആറ് വയസ്സ് മുതൽ 12 വയസ്സ് വരെ സംഗീതം അഭ്യസിച്ച് അനേകം അറിയപ്പെട്ട കലാവേദികളിൽ ഒരു ഭാഗവതരായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിസ്ത്യൻ പ്രോഗ്രാമിൽ ഒരു ക്രിസ്തീയ ഓർക്കസ്ട്രയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗമായി യേശുക്രിസ്തു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കരമായിരിക്കുന്ന ഒരു അനുഭവമാണെന്ന് ആ സമയത്ത് എനിക്കുണ്ടായത്. അപ്പോൾ തന്നെ കലാമണ്ഡലം ഗുരുഗോപിനാഥ് എന്നെ 11 മണിക്കുള്ള ആ പ്രോഗ്രാമിൽ കൊണ്ടുപോകാനായിട്ട് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ വെളിയിൽ കാറുമായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്നാൽ ഈ യേശു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അനുഭവം എന്നെ വല്ലാതെ ഒരു വലിയ അനുഭവത്തിലേക്ക് നടത്തി. 2000 പേരിരിക്കുന്ന കൺവെൻഷൻ യോഗത്തിൽ അനേകം ദൈവദാസന്മാരും വേദിയിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ എന്താണ് കണ്ടതെന്ന് പറയാൻ പറഞ്ഞു. എനിക്കൊന്നും പറയാനായിട്ടാകില്ല. ലോകപ്രകാരമാണെങ്കിൽ എന്തെങ്കിലും പറയാം, എന്നാൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും പറഞ്ഞ കാര്യമായ അനുഭവമില്ല. അങ്ങനെ ഞാൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചെടുത്ത് ആ മേശയുടെ മുകളിലേക്ക് കൊണ്ട് നിർത്തി. എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ ആ പാട്ട് പാടുമ്പോൾ എൻ്റെ പാട്ടും എല്ലാം കേട്ടിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ 100-ലധികം ആളുകൾ മുമ്പോട്ട് വന്നു. ഞാൻ വീണ്ടും അറിയാതെ കണ്ണു തുറക്കാതെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് എൻ്റെ മുമ്പിൽ വലിയ ഒരു മഴവില്ല് വൃത്താകൃതിയിൽ വന്നു. അതിനകത്ത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് നിൽക്കുന്നതായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതങ്ങ് മാറിയിട്ട് യേശുക്രിസ്തുവിൻ്റെ മുഖം മാത്രമായി. എന്നോട് സംസാരിച്ചു. ലോകപ്രകാരമുള്ളായിരിക്കുന്ന എല്ലാ പാട്ടും പ്രവർത്തനങ്ങളൊക്കെ വിട്ടിട്ട് നീ എനിക്ക് വേണ്ടി സാക്ഷ്യമുള്ളവനായി തീരണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അന്ന് രാത്രിയിൽ പോകാതിരിക്കും 10-60 പിള്ളേർ ആടിപ്പാടുന്നതിൽ ഞാനാണ് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത്. ഞാൻ പോകാതെ എങ്ങനെയാണ് പ്രോഗ്രാം നടക്കുന്നത് എങ്കിലും ഞാൻ ഗുരുഗോപിനാഥ് സാറിനോട് പറഞ്ഞു, സാറേ ഇന്നെനിക്ക് വരാൻ പറ്റുന്നില്ല. എന്താണ് കാര്യം? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പറയണം. ഞാൻ യേശുവിനെ കണ്ടുപോയി. മോനെ, യേശുവിനെ കണ്ടതുകൊണ്ടൊന്നും കുഴപ്പമില്ല. മോനില്ലാതെ ഒന്നും നടക്കത്തില്ല. അത് ആരംഭം മുതലേ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മോനാണല്ലോ, അതുകൊണ്ട് വരാതിരിക്കരുത്, ഇന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരശ്ശീലേക്ക് അകത്തിരുന്നു കൊണ്ട് ഞാൻ അന്നത്തെ പ്രോഗ്രാം ചെയ്തു. പിന്നെ 6 മാസത്തോളം അതുപോലെ തന്നെ മറ്റൊരാളെ അഭ്യസിപ്പിച്ചെടുക്കുന്നിടം വരെ ഞാൻ തിരശ്ശീലേക്ക് പുറകിൽ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിട്ടിട്ട് ഒരു വൈദ്യവും അതുപോലെ തന്നെ കായികാഭ്യാസവും ഒപ്പം ഞാൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയ നായർ തറവാറുണ്ട്, അവിടെയാണ് കായികാഭ്യാസം പഠിപ്പിക്കുന്നത്. CSI ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാനങ്ങനെ യേശു ക്രിസ്തുവിനെ കണ്ടതു മുതൽ വളരെ ശക്തിയായി യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മധ്യയിൽ സാക്ഷിക്കുവാൻ കോണം വളർന്നു വന്നു. അങ്ങനെ 17 വയസ്സ് വരെ മുമ്പോട്ട് പോയി. 17ാമത്തെ വയസ്സിൽ ഇടുക്കിയിലേക്ക് പോയി. അവിടെ ചെന്ന് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. 10 വർഷം അവിടെ ജോലി ചെയ്തു. ഒപ്പം ഇടുക്കിയിൽ മലയോരങ്ങളിൽ കയറി ഇറങ്ങി നടന്ന്
അനേക ഇടങ്ങളിൽ പരസ്യങ്ങളിൽ പ്രസംഗിക്കുവാനും സാക്ഷിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് ധാരാളം അവസരം നൽകി. എനിക്കൊന്നേ പറയാനുള്ളൂ, യേശുവിനെ ഞാൻ കണ്ടു. ഒരു വല്ലാത്ത അനുഭവമാണ്. എനിക്ക് ഒരിക്കൽ പോലും അത് എനിക്ക് വർണ്ണിച്ച് തീർക്കാൻ പറ്റുന്നില്ല. കർത്താവിനെ ഞാൻ കണ്ടുപോയതുകൊണ്ട് ഞാൻ ഏതെങ്കിലും പൊതുവേദിയിലോ പരസ്യങ്ങളിലോ ഒന്ന് പ്രസംഗിച്ചാൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് പിശാചുണ്ടെങ്കിൽ അവർ അലറി വിളിക്കും. അത് തനിയെ തന്നെ അലറി വിളിച്ചിട്ട് വിട്ടുപോകും. റോഡിൽ നിൽക്കുന്ന മാനസിക രോഗികൾ വരെ ഭയങ്കരമായി അലറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെല്ലാം യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ ദർശനവും എൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇടുക്കിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജോലി 10 വർഷം കഴിഞ്ഞ് വിട്ടിട്ട് ഒരു പൂർണ്ണ സമയം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവനായി തീർന്നു. ഇന്ത്യക്ക് വെളിയിലും പല രാജ്യങ്ങളിലും യേശുക്രിസ്തുവിനെ സാക്ഷിക്കുവാനും യേശുക്രിസ്തുവിൽ കൂടുതലായിരിക്കുന്ന അത്ഭുതങ്ങൾ യേശു ചെയ്ത് കാണുന്നതിനും ദൈവം എനിക്ക് നല്ല അവസരം നൽകി. അനേകം 1000 മദ്യപാനികൾ, മറ്റ് ദുസ്വഭാവമുള്ളായിരിക്കുന്ന ആളുകൾ കണ്ണുനീരോടുകൂടിയാണ് രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരിക്കലും യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളായിരിക്കുന്നൊരു ജീവിതം നയിക്കാൻ എനിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് 4 മക്കളാണുള്ളത്. മൂത്തവൻ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു കുടുംബമായി. രണ്ടാമത്തവനും അതുപോലെ തന്നെ. അവനിപ്പോൾ ദുബൈയിലാണ്, ജോലിയും ചെയ്യുന്നു, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നു. മൂന്നാമത്തെ കുടുംബമായി തിരുവനന്തപുരം ഭാഗത്ത് താമസിക്കുന്നു. 4മത്തവൻ എൻ്റെ വീട്ടിനോട് എന്നോടൊപ്പം ഉണ്ട്. ഞങ്ങൾ കുടുംബമായി കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ ശക്തിയായി സാക്ഷിക്കുവാനുള്ള നല്ല അവസരങ്ങൾ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ യേശു ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങളുണ്ട്. ഒരു രാത്രിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി, ഒരു ഭവന പ്രാർത്ഥനയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ 1 മണിക്ക് ഇടുക്കി തോപ്രാങ്കടി എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടിൽ വെച്ച് എന്തോ ഒരു കറുത്ത കമ്പിളി പതിച്ച ഒരു രൂപം മുന്നിൽ കിടക്കുന്ന പോലെ കണ്ടു. പക്ഷെ അവിടെയൊക്കെ കാട്ടുകള്ളന്മാരുടെ ഉപദ്രവമുള്ളതുകൊണ്ട് ടോർച്ച് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഞാനങ്ങനെ കാട്ടിൽ കൂടെ എഴിഞ്ഞു പോകുന്ന വലിയ പുഴുവുണ്ട്. ആ പുഴുവിനെ മിന്നാമിനുങ്ങ് പോലെ പ്രകാശിക്കുന്ന അതിൻ്റെ 100 ഇരട്ടി പ്രകാശിക്കുന്ന പുഴുക്കളുണ്ട്. അതിനെ എടുത്ത് ഒരു ഇല കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വീശിക്കൊണ്ട് നടക്കും. അതാവും മൃഗങ്ങൾ കണ്ടാലും അത് മിന്നാമിനുങ്ങാണെന്ന് പറയുമല്ലോ. അങ്ങനെ കൊണ്ട് പോകുമ്പോഴാണ് ഈ വഴിമധ്യത്തിൽ ഇങ്ങനെ ഒരു 10 അടി അകലത്തിൽ ആ രൂപം കണ്ടത്. ഞാൻ അല്പം കൂടെ മുമ്പോട്ട് ചെന്നപ്പോൾ അത് മനുഷ്യനല്ല, ഒരു കരടിയായിരുന്നു. ആ കരടി നേരെ ചാടി അങ്ങ് എഴുന്നേറ്റു, അലറിക്കൊണ്ട് എൻ്റെ നേരെ വന്നു. എൻ്റെ അയ്യോ എന്ന് ഞാൻ ഭയങ്കരമായി നിലവിളിച്ചു. എന്നെ കൊല്ലുമല്ലോ എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. പക്ഷേ എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല. എങ്കിലും ആ സമയത്ത് യേശുവെ എന്ന് ഞാൻ വിളിച്ചപ്പോൾ യേശു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. യേശുവിനോടൊപ്പം വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ 4 പേരെ പ്രത്യക്ഷപ്പെട്ടു. കരടിയെ ഞാനുമായിട്ട് ഭയങ്കരമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി ഏകദേശം ഒരു 20 മിനിറ്റോളം. അതിൽ നിന്നും അപ്പോൾ ഞാൻ ചിന്തിച്ചു, കായികാഭ്യാസം കുഞ്ഞു മുതൽ അഭ്യസിച്ചത് ഗുണമായി തീർന്നല്ലോ. ഇല്ലായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോരാൻ പറ്റിയില്ലായിരുന്നു. അതിൽ ഞാൻ രക്ഷപ്പെട്ട് ഓടി. എൻ്റെ മുമ്പ് പോയ ആ മനുഷ്യരൂപത്തിലുള്ള ദൂതന്മാർ മുമ്പ് വളരെ വേഗത്തിൽ ഓടിപ്പോൾ അവരുടെ പുറകെ ഞാൻ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഒരു 2 കിലോമീറ്ററോളം മൂളി ചെല്ലുമ്പോൾ അവിടുത്തെ സൂപ്രണ്ട് താമസിക്കുന്ന വീട്ടിൻ്റെ അടിയിൽ ചെന്നു. ബോധമില്ലാതെ അവിടെ വീണു. അപ്പോൾ യേശു കർത്താവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും ഞാൻ ബോധമില്ലാതെ കിടക്കുകയാണ്. നീ ഇനി മുതൽ ജോലി ചെയ്യാതെ എനിക്ക് വേണ്ടി സാക്ഷ്യം പൂർണ്ണമായി പറയുന്നവനാകണമെന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ യേശുവിൻ്റെ മുമ്പാകെ സത്യം ചെയ്തു.
അങ്ങനെ ജോലി വിട്ട് നാട്ടിൽ വന്നു. അനേകം ജാതികളോട്, എല്ലാ വിഭാഗം ജാതികളായിരിക്കുന്ന ആളുകളുടെ സ്വന്തം നാട്ടിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. കേൾക്കുന്നവരുടെ ജീവിതത്തിലെ വലിയ മാറ്റമാണ്. ഒരു മനുഷ്യൻ പോലും എന്നോട് എതിർത്ത് പറയുന്നില്ല. അത്രമാത്രം ഒരു അനുഭവമാണ് എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ ഉണ്ടാകുന്നത്. രോഗമുണ്ടെങ്കിൽ അവരിൽ നിന്ന് വലിയ ഒരു മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ പൈശാചികമായിരിക്കുന്ന ഏതെങ്കിലും പോരാട്ടങ്ങളുണ്ടെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അതും അവരിൽ നിന്ന് മാറിപ്പോകും. പിന്നെ കാണുമ്പോൾ അവരുടെ അനുഭവം ഭയങ്കരമായ വ്യത്യാസമാണ്. ഞാൻ മറ്റുള്ളവരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് കരഞ്ഞ് പറഞ്ഞത് അവരുടെ ജീവിതത്തിലും യേശുവിനെ ദർശനത്തിൽ കണ്ടുള്ള എത്രയോ ആളുകളുണ്ട്. അവരെല്ലാം കർത്താവിനെ വലിയ രീതിയിലാണ് സാക്ഷ്യം പറയുന്നത്. എന്നേക്കാൾ അവർ അറിയപ്പെട്ടായിരിക്കുന്ന ആളുകളായി തീർന്നിട്ടുണ്ട് കർത്താവിലൂടെ. ജീവിതത്തിൽ നേരിട്ട പ്രതികൂല സാഹചര്യങ്ങളിൽ വഴി നടത്തിയ ദൈവത്തെ തൻ്റെ ശാരീരിക ക്ഷീണത്തിൻ്റെ നടുവിലും ഉയർത്തുകയാണ് പാസ്റ്റർ സത്യനേശൻ. ഒരിക്കൽ ഞാൻ ബോംബെ ചെല്ലുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൻ അവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 പേരാണ് ആ മുറിക്കകത്തിരിക്കുന്നത്. അവൻ പറഞ്ഞു, എൻ്റെ ഓണർ അകത്തിരിക്കുകയാണ്. അവന് ചെന്ന് പറഞ്ഞു. അങ്ങനെ ഓണർ എന്നെ അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം ഒരു തമിഴനാണ്, യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ള ഒരാളാണ്. അദ്ദേഹം ഉടനെ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു. എന്നോട് പറഞ്ഞു, റോബർട്ടിൻ്റെ പപ്പയല്ലേ, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളണം, ഞാനത് തരാൻ തയ്യാറാണ്. സാധാരണ ഈ സാക്ഷ്യം പറഞ്ഞ് നടക്കുന്നവരൊക്കെ പൈസയാണല്ലോ ആഗ്രഹിക്കുന്നത്, ചോദിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആയുസ്സിൽ ഇന്ന് വരെ ആരോടും ഒരു പൈസ ആവശ്യപ്പെട്ട് തിരിച്ചു കൊടുക്കാവുന്ന നിലയിൽ വാങ്ങിക്കുന്നതല്ലാതെ ആരോടും ഒരു പൈസയും ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചപ്പോൾ യേശു എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു എനിക്കൊരു വിഷൻ കാണിച്ചു തന്നു. ഞാനുടനെ തന്നെ പേപ്പറും ഒരു പേനയും വാങ്ങി യേശു എന്നെ കാണിച്ച ആ വിഷൻ അവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരച്ചു കൊടുത്തു. അവിടെ നിന്നും 19 കിലോമീറ്റർ അകലെയുള്ള ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഫാക്ടറി ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് വാടകയ്ക്കെടുത്ത് നിങ്ങളൊരു ഫാക്ടറി തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അദ്ദേഹം പോയി കണ്ടെത്തി. ഞാൻ വരച്ചു കൊടുത്തപോലെ തന്നെ ആ ഫാക്ടറി കണ്ടെത്തി. ആ ഫാക്ടറി അടുത്ത് വേറൊരു ഫാക്ടറി പൂട്ടിക്കിടക്കുകയായിരുന്നു. അതും കൂടെ വാടകയ്ക്കെടുത്തു. അത് രണ്ടും ഇപ്പോൾ സ്വന്തമായി. അതിനടുത്തുള്ള ഭാഗം സ്വന്തമായി. ആ റോഡിൻ്റെ മുൻവശത്തുള്ള ഏക്കർ ഭൂമി, 1-2 ഏക്കർ ഭൂമി സ്വന്തമായി. ചുരുക്കി പറഞ്ഞാൽ 1500 എത്രയോ കോടി രൂപയുടെ ആസ്തി ആ കമ്പനിക്ക് ഉണ്ടാകാനിടയായി. ഇതുപോലുള്ളതായിരിക്കുന്ന എത്രയോ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത്. സമാധാനമില്ലാത്തവരോട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാകുന്നു. മദ്യപാനികളായിരിക്കുന്ന ആളുകളോട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർ മദ്യപാന സ്വഭാവത്തിൽ നിന്ന് കർത്താവിനെ വിടുവിക്കുന്നു. കുടുംബത്തിൽ ഐക്യതയില്ലാതെ രണ്ടുപേരും പിരിഞ്ഞ് ജീവിക്കുന്ന എത്രയോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒന്നായി ചേരുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുപോലെ ഉപജീവന മാർഗങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന വിദ്യാസമ്പന്നരായിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ളതായിരിക്കുന്ന വഴികൾ അവർക്കായി തുറന്നു കൊടുക്കുന്നു. കഷ്ടം അനുഭവിച്ച് ഒന്നുമില്ലാത്ത നിലകളിൽ വാടക വീടുകളിൽ താമസിച്ച ആളുകൾ സമ്പന്നരായി ജീവിക്കത്തക്ക നിലയിൽ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്നു. എന്തിനധികം പറയുന്നു, 12.5 വയസ്സായ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട എൻ്റെ യേശു
ആ യേശുവിന് വേണ്ടി പാടിയതുകൊണ്ട്, ആ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടുവാനും ഇന്നും പുറകോട്ട് പോകാതെ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യങ്ങളെ ജീവിക്കുവാൻ ദൈവം എനിക്ക് നല്ല അവസരം നൽകി. പോത്തൻകോട് എൻ്റെ സ്വന്തം സ്ഥലമാണ്. അവിടെയും നൂറുകണക്കിന് ആളുകളെ, വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടായിരിക്കുന്ന ആളുകളെ യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരായി തീർന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വെഞ്ഞാറമൂടാണ്. ഞങ്ങളെ കുടുംബമായി വരുമ്പോൾ, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞങ്ങളെ ദേഹോപദ്രവം ചെയ്യുന്നതിന് വേണ്ടിയും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ പരമാവധി നാട്ടുകാരായിരിക്കുന്ന ആളുകൾ ഞങ്ങളെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന നിലയിൽ ഞങ്ങൾ അടുത്ത് വരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കാൻ വന്നായിരിക്കുന്ന ആളുകളുടെ നടുവിൽ ഇപ്പോൾ 40 വർഷമായി യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർ മുമ്പാകെ സാക്ഷിക്കുകയും മുസ്ലിങ്ങളായിരിക്കുന്ന സ്നേഹിതരായ സഹോദരങ്ങൾ അവരുടെ ഒരു സഹോദരനെ പോലെ എന്നെ കാണുകയും എല്ലാ മതവിശ്വാസികളും എന്നോട് യാതൊരു വെറുപ്പും കൂടാതെ വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ എന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എനിക്കൊരിക്കലും അതൊന്നും മറക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം യേശുക്രിസ്തുവിനെ കണ്ടതുകൊണ്ടുള്ള മാറ്റങ്ങളാണ്. ഇന്നും ആ മാറ്റത്തിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഇന്നും എൻ്റെ യേശു അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. രോഗികളുടെ മുമ്പിൽ കുച്ചെന്ന് യേശുവിനെ സാക്ഷ്യം പറയുമ്പോൾ കരഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശു അവരെ സൗഖ്യമാക്കും. ആന്തരിക അവയവങ്ങൾ തകർന്ന് മരണത്തിന് വിധിക്കപ്പെട്ടായിരിക്കുന്ന ആളുകളുടെ അടുക്കൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ കണ്ടാൽ, ദർശനത്തിൽ കാണുന്നുവെങ്കിൽ ആ ആൾ ഏത് വിധത്തിലുള്ള ആളായാലും സൗഖ്യം പ്രാപിക്കുന്നു. അതാണ് ഇന്നത്തെ ഈ വെഞ്ഞാറമൂട്ടിലുണ്ടായിരിക്കുന്ന സാക്ഷ്യം. ഞാനിവിടെ വരുമ്പോൾ ഹൈന്ദവരായിരിക്കുന്ന ആ ഒരു കുടുംബത്തിൽ ഒരു മാനസിക രോഗിയായിരിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺപൈതൽ അവൻ അതിഭയങ്കരമായ നിലയിൽ ആ വീട്ടിൽ ഉപദ്രവങ്ങൾ ചെയ്തു. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ബ്രെയിൻ ട്യൂമർ പിടിച്ച് തിരുവനന്തപുരം ചിത്ര മെഡിക്കൽ സെൻറ്ററിൽ പോയി തലച്ചോറെടുത്ത് മാറ്റി. അപ്പോൾ അവരുടെ ഹസ്ബൻഡിനോട് ചോദിച്ചു, തലച്ചോറ് മുഴുവൻ പഴുത്തുപോയി, എന്ത് ചെയ്യണം? ഏതായാലും 10 ദിവസം മാത്രമേ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ ഏറ്റവും കൂടിയാൽ, അതുകൊണ്ട് ദഹിപ്പിക്കണമല്ലോ, ഒരു ലേശം വെച്ചേക്കണം, ബാക്കിയുള്ള മുഴുവൻ എടുത്ത് കളഞ്ഞോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലേശം തലച്ചോറ് മരിച്ചാൽ എല്ലാ ഭാഗവും ഇല്ലാതെ മരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ തലച്ചോറ് ലേശം വെച്ചിട്ട് അവർ ആ ഓപ്പറേഷൻ ക്ലോസ് ചെയ്തു. അങ്ങനെ കിടക്കുന്ന ആ രോഗിയുടെ വീട്ടിലാണ് ഈ മോന് മാനസിക രോഗിയായിരിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയത്. ആ മുറിയിൽ, അവരുടെ പൂജാമുറിയിൽ തന്നെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ യേശു സൗഖ്യമാക്കി. അവൻ്റെ അമ്മ ബ്രെയിൻ ട്യൂമറാണ്. അപ്പോൾ അവരവിടെ ഇരുന്ന് കരഞ്ഞ് പറഞ്ഞു, അയ്യോ, ഈ യേശുദേവൻ്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ എനിക്കിങ്ങനൊരു ഓപ്പറേഷൻ നടക്കേണ്ടി വരില്ലല്ലോ ചേട്ടാ എന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. ശരിയാണ്, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ലായിരുന്നു. സാരമില്ല, ഓപ്പറേഷൻ ചെയ്താലും സാരമില്ല, തലയ്ക്കകത്ത് തലച്ചോറ് ഇല്ലേലും സാരമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ വന്നിട്ട് 40 വർഷം കഴിഞ്ഞു. ഏതാണ്ട് 40 വർഷമായിട്ടും ഇതുവരെ ആ സ്ത്രീ മരിച്ചിട്ടില്ല. ഇന്നും ഒരു നല്ല ആരോഗ്യവതിയായി ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കുന്നു എന്ന് ഡോക്ടർമാർക്ക് പോലും അറിയത്തില്ല. അന്നൊരു ചെറിയ ഓലക്കെട്ടിടത്തിലായിരുന്നു. വലിയ സമ്പത്തുള്ള ആളുകളാണെങ്കിലും ഒരു കെട്ടിടത്തിലായിരുന്നു. അവരെ മക്കളെല്ലാം വലിയ ധനികന്മാരായി തീർന്നു. ഈ അടുത്ത കാലത്താണ് അവരുടെ ഭർത്താവ് മരിച്ചത്. ആ വലിയ വീട് ഒരു 3 നില കെട്ടിടമായി മാറി.
എല്ലാവിധ ജീവിത സൗകര്യങ്ങളും അവർക്കും അവരുടെ മക്കൾക്കും ദൈവം കൊടുക്കാനിടയായി. ഈ യേശു ആരാണ്? ഈ യേശുവിനെക്കുറിച്ച് എങ്ങനെ മറ്റുള്ളവരോട് പറയാതിരിക്കും? പറയാതിരിക്കുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പരാജയം. യേശുവിനെ മറ്റുള്ളവരോട് പറയുക. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ എല്ലാം പുതുതായി തീർന്നിരിക്കും. എന്നെ കേൾക്കുന്നതായ മാന്യ സ്നേഹിതരെ, നിങ്ങൾ ഏത് വിഭാഗത്തിലുള്ളവരായാലും യേശു ക്രിസ്തുവിനെ കാണാനുള്ള ഒരു ശരീരം നിങ്ങൾക്കുണ്ട്. ആ അനുഭവത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ ദർശനത്തിൽ നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കടമൊഴിയായി കാണുന്നു, ദർശനത്തിലൂടെ കാണുന്നു, അന്ന് മുഖാമുഖമായി കാണാം ദൈവത്തിൻ്റെ രാജ്യത്തിൽ. അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കും ശ്രേഷ്ഠമായ അനുഭവത്തിൽ കേൾവിക്കാരായ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടും, എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെല്ലാവരും എന്നെപ്പോലെ മറ്റുള്ളവരോട് ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവരും യേശുക്രിസ്തുവിലേക്കുള്ളായിരിക്കുന്ന അത്ഭുതങ്ങൾ കാണുന്നതിനും കർത്താവ് നിങ്ങളെ ആവോളം സഹായിക്കട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടും, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ മഹത്വം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഈ മിഷണറി പ്രവർത്തകന്റെ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹം പ്രാപിച്ച കുടുംബങ്ങളും വ്യക്തികളും നിരവധിയാണ്. ഇരുളിൻ്റെ വഴികളിൽ നിരാശയോടെ കടന്നുപോയവരെ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് നടത്താൻ ഈ ദൈവകൃത്യന് സാധിച്ചു. എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നതോടൊപ്പം സാക്ഷ്യകൂടാരത്തിൻ്റെ പ്രേക്ഷകർക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഈ അനുഭവ സാക്ഷ്യം പ്രയോജനകരമാകട്ടെ.